ഹായ് സ്റ്റുഡൻസ്. അപ്പോൾ നമ്മൾ പ്രീവിയസ് സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്തൊക്കെ കാര്യങ്ങളായിരുന്നു? ദ ഇറിഗേഷൻ ഫെസിലിറ്റീസ് ദാറ്റ് ഇസ് യൂസ്ഡ് ബൈ ഗുപ്ത ഡൈനസ്റ്റി അല്ലെ. അപ്പോൾ ഗുപ്ത ഭരണാധികാരികള് കൂടുതലായിട്ട് പലതരത്തിലുള്ള ഇറിഗേഷൻ ഫെസിലിറ്റീസ് ആയിരുന്നു യൂസ് ചെയ്തിരുന്നത്. മെയിൻലി എന്തൊക്കെയായിരുന്നു മക്കൾ ഓർത്തെടുത്തേ? മെയിൻലി ഡാംസ് ഉണ്ടായിരുന്നു. ഡാംസിന്റെ കാര്യം പറയുമ്പോഴാണ് നമ്മൾ സ്കാണ്ടഗുപ്ത റീബിൽഡ് ചെയ്ത ഒരു ലേക്ക് ഉണ്ടായിരുന്നു ഗുജറാത്തില്. ഇറ്റ്സ് വൺ ഓഫ് ദി വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. ഏതാണ് ആ ലേക്കിന്റെ പേരൊന്ന് മക്കൾ പറഞ്ഞേ? ഇറ്റ് ഈസ് സുദർശന ലേക്ക് അല്ലെ. അതുപോലെ തന്നെ കനാൽസ്, ഡാംസ്, ടാങ്ക് വാട്ടർ റിസർവോയർ, റെയിൻ, അങ്ങനെ പലതരത്തിലുള്ള ഇറിഗേഷൻ ഫെസിലിറ്റീസ് ഗുപ്ത പീരീഡിൽ യൂസ് ചെയ്തതിനെ കുറിച്ചും പിന്നെ പലതരത്തിലുള്ള ക്രാഫ്റ്റ് വർക്ക്സ് അവർ ചെയ്തിരുന്നു. മെയിൻലി ഡ്രസ് മേക്കിംഗ് ആയിക്കോട്ടെ, ഓർണമെന്റ്സ് മേക്കിംഗ്, അങ്ങനെ പലതരത്തിലുള്ള ക്രാഫ്റ്റ് വർക്കുകളും ചെയ്തു. അപ്പോ ഇങ്ങനെയുള്ള ഈ കൈത്തൊഴിലുകൾ ചെയ്യുന്ന ആളുകൾ ഒരു കൂട്ടായ്മ ഉണ്ടാക്കി. ആ കൂട്ടായ്മയ്ക്ക് പറയുന്ന പേരാണ് എന്ത് മക്കളെ? ഇറ്റ് ഈസ് ഗിൽഡ്സ് അല്ലെങ്കിൽ ശ്രേണികൾ അല്ലെങ്കിൽ ഗിൽഡുകൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന അനദർ ടോപ്പിക് ഇറ്റ് ഈസ് ഗുപ്ത പീരീഡിലുള്ള ട്രേഡ് ആൻഡ് കൊമേഴ്സ്. അവർ എങ്ങനെയായിരുന്നു ആ രാജാക്കന്മാരുടെ ആ ഒരു കാലഘട്ടം, ഗുപ്ത രാജാക്കന്മാരുടെ കാലഘട്ടത്തില് വ്യാപാരവും വാണിജ്യവും ചെയ്തിരുന്നത് എന്നതിനെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഈ ഒരു പിക്ചർ കണ്ടാൽ തന്നെ മക്കൾക്ക് അറിയാം പണ്ട് കാലഘട്ടം അല്ലെ. നമ്മൾ മൃഗങ്ങളെ കൊടുത്ത് ക്യാഷ് ട്രാൻസ്ഫർ ചെയ്യാതെ, ക്യാഷ് നമ്മൾ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് ഇതാക്കാതെ കയ്യിലുള്ള മൃഗങ്ങളായിക്കോട്ടെ, ലാൻഡ് ആയിക്കോട്ടെ ഗ്രാന്റ് ചെയ്യുന്ന ഒരു രീതി നമ്മൾ കണ്ടതാണ്. അതിന്റെ ഒരു പിക്ചറൈസേഷൻ ആണ് ഇത് കാണുന്നത് അല്ലെ. മാർക്കറ്റില് അവരവർക്ക് വേണ്ട സാധനങ്ങൾ അവരെന്ത് ചെയ്യുന്നു? മറ്റുള്ളവരിൽ നിന്ന് വാങ്ങുന്നു. അവർക്ക് എന്താണ് ആവശ്യമുള്ളത് അത് ഒരു ബാർട്ടർ സിസ്റ്റം രീതി എവിടെ നിലനിന്നിരുന്നു? ഗുപ്ത പീരീഡില് നിലനിന്നിരുന്നു എന്നതിന്റെ തെളിവാണ് ഈ ഒരു പിക്ചറൈസേഷൻ. അപ്പൊ നമുക്ക് സ്ലൈഡ്സിലേക്ക് ഓരോ പോയിന്റ് വൈസ് പോയാലോ? വരും മക്കളെ. ഓക്കെ, അറ്റ് ദാറ്റ് ടൈം അപ്പൊ ട്രേഡ് എന്ന് പറയുമ്പോൾ മക്കൾക്ക് അറിയാം ഇന്റർണൽ ട്രേഡ് ഫ്ലറിഷ് ഡ്യൂറിംഗ് ദ ഇനീഷ്യൽ ഇയേഴ്സ് ഓഫ് ഗുപ്ത റൂൾ. എന്താണ്? ഗുപ്തകാലത്തിന്റെ തുടക്കത്തിൽ ആഭ്യന്തര വാണിജ്യം വളരെ വിപുലമായിരുന്നു എന്നാണ് പറയുന്നത്. വൈഡ് സ്പ്രെഡ് ആയിട്ട് അവിടെ എന്താണ് വാണിജ്യപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ, ട്രേഡ് ആക്ടിവിറ്റീസ് എന്ത് ചെയ്യാൻ തുടങ്ങി? സ്റ്റാർട്ട് ചെയ്തു, ഡെവലപ്പ് ചെയ്തു എന്നുള്ളതാണ് പറയുന്നത്. നെക്സ്റ്റ് പോയിന്റ് നോക്കിക്കേ. We have understood from the table above that various crafts that existed along with agriculture. അപ്പൊ നിങ്ങൾ കണ്ടതാണ്, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ് ആളുകൾ എന്തൊക്കെ കൈത്തൊഴിലുകളാണ് ചെയ്യുന്നതെന്നും അല്ലെ. അതുപോലെ തന്നെ അത് റിലേറ്റഡ് ആയിട്ടുള്ള ക്രാഫ്റ്റ്സ് ഏതൊക്കെയാണ്, അതിന്റെ ക്രാഫ്റ്റ് മേക്കിംഗ് ആക്ടിവിറ്റീസ് ഏതൊക്കെയാണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ് അല്ലെ. ഓക്കെ, അപ്പോ കൃഷിക്ക് പുറമെ വിവിധ കൈത്തൊഴിലുകളും കരകൗശല നിർമ്മാണവും നിലനിന്നിരുന്ന കാലത്തിനെ കുറിച്ചുള്ള ഒരു പട്ടിക നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു അല്ലെ. ഇനി നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് എന്തൊക്കെ പ്രൊഡക്ട്സ് ആണ് അവിടെ മെയിൻലി അവര് ക്രാഫ്റ്റ് വർക്ക് ചെയ്തിരുന്നത്, എന്തൊക്കെ അഗ്രികൾച്ചർ പ്രൊഡക്ഷൻസ് ആണ് നടന്നിരുന്നത് എന്നൊക്കെ നോക്കാം. Okay, such products made by skilled craftsmen were the chief items of trade. അപ്പൊ ഇത്തരത്തിലുള്ള വാണിജ്യപരമായിട്ടുള്ള പ്രവർത്തനങ്ങളില് ഏറ്റവും നല്ല ഹൈലൈറ്റ് എന്ന് പറയുന്നത് നല്ല എന്താണ് കരകൗശല വിദഗ്ധർ നിർമ്മിച്ചിട്ടുള്ള ഉൽപ്പന്നങ്ങളാണ്. എവിടെ അവരത് മുൻപന്തിയിൽ നിൽക്കുന്നത്? ഈ വാണിജ്യത്തിന്റെ മുഖ്യ ഇനങ്ങളായി നിൽക്കുന്നത് ഇത്തരം കരകൗശല വിദഗ്ധർ ഉണ്ടാക്കിയിട്ടുള്ള കലാരൂപങ്ങളില്ലേ, ക്രാഫ്റ്റ് വർക്ക്സ് ഇല്ലേ, അതാണ് മെയിൻ ആയിട്ട് ഈ ട്രേഡിൽ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നത്. ഓക്കെ, ആൻഡ് സെക്കൻഡ് പോയിന്റ് നോക്കിക്കേ. പിന്നെ മറ്റൊരു ഹൈലൈറ്റ്, ഈ വാണിജ്യ പ്രവർത്തനങ്ങളുടെ മറ്റൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ടെക്സ്റ്റൈൽസ് ആണ്. വാസ് വൺ ഓഫ് ദി മോസ്റ്റ് ട്രേഡഡ് പ്രൊഡക്ട്സ് അല്ലെ. ഏറ്റവും വിലയേറിയ ആഭ്യന്തര വ്യാപാര വസ്തുക്കളിൽ ഒന്ന് എന്താണ്? വസ്ത്രമാണ് അല്ലെ. അതുകൂടാതെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ടെക്സ്റ്റൈൽസ് ഉണ്ട്. ഈ വസ്ത്ര വ്യാപാരത്തിൽ തന്നെ പല ടൈപ്സ് ഉണ്ട്. ഏതൊക്കെയാ നോക്കിയാലോ? It is first one muslin and calico
linen were manufactured on a large scale. അല്ലെ, ഇത്തരത്തിലുള്ള വസ്ത്ര വ്യാപാരത്തിന് എന്തൊക്കെ സാധനങ്ങൾ ആവശ്യമാണ് മക്കളെ? ഇറ്റ് ഈസ് വിവിധ തരത്തിലുള്ള വസ്ത്രങ്ങൾ, അല്ലെ, മസ്ലിൻ, ഇതൊക്കെ പല ക്ലോത്തിന്റെ കാറ്റഗറിയാണ്. മസ്ലിൻ, കാലിക്കോ, ലിനൻ വൻതോതിൽ നിർമ്മിച്ചു വരുന്നുണ്ട് ഈ ഒരു വസ്ത്ര വ്യാപാരത്തിന് വേണ്ടിയിട്ട്. അപ്പൊ നമ്മൾ പറഞ്ഞു ഗുപ്ത ഭരണാധികാരികൾ കൂടുതലായിട്ട് അവർ ട്രേഡിന് ഫോക്കസ് കൊടുക്കുകയും, ട്രേഡ് എന്ന് പറയുമ്പോൾ മെയിൻലി ടെക്സ്റ്റൈൽസിനാണ് അവർ മെയിൻ ഫോക്കസ് കൊടുത്തിരുന്നത്. ടെക്സ്റ്റൈൽസ് എന്ന് പറയുമ്പോൾ വിവിധ തരത്തിലുള്ള വസ്ത്ര വ്യാപാരങ്ങൾ ഉണ്ടായിരുന്നു. മെയിൻലി എന്തൊക്കെയാണ്? മസ്ലിൻ, കാലിക്കോ ആൻഡ് ലിനൻ. ഓക്കെ, അത്രയും കാര്യങ്ങളോ പറയുന്നുള്ളൂ കേട്ടോ ഈ സ്ലൈഡില്. ഓക്കെ, അതുപോലെ തന്നെ ഗുപ്ത ഭരണാധികാരികൾക്ക് മറ്റുള്ള രാജ്യങ്ങളുമായിട്ട് വാണിജ്യ പ്രവർത്തനങ്ങളിൽ അവർ ഏർപ്പെട്ടിരുന്നു. ഏതൊക്കെയാണ് ആ രാജ്യങ്ങൾ എന്ന് നമുക്ക് നോക്കിയാലോ? The Guptas had external trade links with which all countries like West Asia, Central Asia, Southeast Asia and Rome. ഇത്തരം രാജ്യങ്ങളുമായിട്ട് ഗുപ്ത ഡൈനസ്റ്റീസിന് വ്യാപാര ലിങ്കുകൾ ഉണ്ടായിരുന്നു എന്നാണ്, ബന്ധങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് അല്ലെ. പശ്ചിമേഷ്യ, മധ്യേഷ്യ, ദക്ഷിണ പൂർവേഷ്യ, അതുപോലെ തന്നെ റോം എന്നിവിടങ്ങളുമായി ഗുപ്തന്മാർക്ക് വിദേശ വ്യാപാരം ഉണ്ടായിരുന്നു എന്നാണ് മക്കള് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, ഇനി അപ്പൊ ഈ വാണിജ്യപരമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ അവർക്ക് ഏർപ്പെടണമെങ്കിൽ മറ്റുള്ള രാജ്യത്തുള്ള ആളുകൾ, വ്യാപാരികൾ വരണമെങ്കിൽ അവർക്ക് എന്ത് വേണം? ഒരു വഴി വേണം സഞ്ചരിക്കാൻ വേണ്ടിയിട്ട്, ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയിട്ട്. അപ്പൊ അങ്ങനെയുള്ള ട്രേഡ് റൂട്ട്സ് നോക്കാം അല്ലെ. ന്യൂ ട്രേഡ് റൂട്ട്സ് ഡെവലപ്പ് ഡ്യൂറിംഗ് ദ പീരീഡ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് വ്യാപാര പ്രവർത്തനങ്ങൾ ഇങ്ങനെ ചടപടയെന്നാക്കാൻ വേണ്ടി, സ്പീഡപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ പല സീഡ് റൂട്ട്സ് അല്ലെ, ന്യൂ ട്രേഡ് റൂട്ട്സ് അവർ ഡെവലപ്പ് ചെയ്തു അല്ലെ. ഈ കാലഘട്ടത്തിൽ പുതിയ വ്യാപാര പാതകൾ ഇവര് വികസിപ്പിച്ചു എന്ന് തന്നെ പറയാം. ഓക്കെ, അതുപോലെ തന്നെ ഗോൾഡ്, സിൽവർ ആൻഡ് കോപ്പർ കോയിൻസ് ഓഫ് ഹൈ ക്വാളിറ്റി വെർ മിന്റഡ് എന്ന് പറഞ്ഞാൽ എന്താ? മികച്ച സ്വർണ്ണ നാണയങ്ങളും വെള്ളി ചെമ്പ് നാണയങ്ങളും പുറത്തിറക്കി അല്ലെ. ഇവരുടെ മെയിൻ സോഴ്സ്, ഗുപ്ത ഡൈനസ്റ്റിന്റെ മെയിൻ ട്രേഡ് മാർക്സ് എന്ന് പറയുന്നത് എന്തിന്റെയൊക്കെ വ്യാപാരങ്ങളായിരുന്നു? ഗോൾഡ്, സിൽവർ, കോപ്പർ കോയിൻസ്. അതൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് പശ്ചിമേഷ്യയിൽ നിന്നും അല്ലെ ദക്ഷിണേഷ്യയിൽ നിന്നും ഒക്കെ കുറെ വ്യാപാരികൾ വന്നുകൊണ്ടേയിരുന്നു എന്നാണ് കേട്ടോ മക്കളെ പറയുന്നത്. ഓക്കെ, അപ്പോ ഈ ഒരു വ്യാപാരികൾ, ഈ ഒരു ഗുപ്ത ഡൈനസ്റ്റിയിലുള്ള വ്യാപാരികൾക്ക് നമ്മളൊരു നല്ലൊരു പേരിട്ടിട്ടുണ്ട്, ഒരു പഞ്ചുള്ള. ആ ഒരു പേരാണ് എന്ത്? പ്രൊമിനന്റ് ട്രേഡേഴ്സ് നോൺ ആസ് എന്താണ്? ഇറ്റ് ഈസ് നഗരശ്രേഷ്ഠി ഓർ സാർദ്വാഹ എന്നീ വ്യാപാര പ്രമുഖർക്ക് നമ്മൾ കൊടുത്ത പേരാണ് അല്ലെ. എന്താണ്? നഗര ശ്രേഷ്ഠി അല്ലെങ്കിൽ സാർത്വാഹ ഹാഡ് ദിയർ റോൾ ഇൻ ദി ഗവൺമെന്റ്. ഇങ്ങനെ പ്രശസ്തരായിട്ടുള്ള വ്യാപാരികളുടെ പേരാണ് എന്തൊക്കെ മക്കളെ? ഇറ്റ് ഈസ് നഗരശ്രേഷ്ഠി അല്ലെങ്കിൽ സാർത്വാഹ എന്നാണ് അതിന്റെ പേര്. മറക്കരുത്, അവർക്ക് ഭരണത്തിലും വലിയ പങ്ക് വഹിക്കുന്നവരാണ് എന്നാണ് പറയുന്നത്. ഓക്കെ, പ്രൊമിനന്റ് ട്രേഡേഴ്സ് ആരൊക്കെയാന്ന് ചോദിക്കുമ്പോൾ നാഗരശ്രേഷ്ഠി അതുപോലത്തെ സാർദ്വാഹ എന്നുള്ള ടേം വെച്ചാണ് നമ്മൾ അവരെ വിളിക്കുന്നത്. അവർക്ക് ഭരണത്തിലും വലിയ പങ്കാളിത്തമുണ്ട് എന്നും പറയണം. ഓക്കെ, പിന്നെ ഇത്തരം വ്യാപാരങ്ങൾ മെയിൻലി നടത്തുന്ന പട്ടണങ്ങൾ ഗുപ്ത ടൈമില്, ഗുപ്ത ഭരണാധികൾ ഭരിച്ചുകൊണ്ടിരിക്കുമ്പോ മെയിൻ ആയിട്ട് ഈ വ്യാപാര കേന്ദ്രങ്ങൾ എന്ന് പറയുന്നത് അവരുടെ ഏതൊക്കെ പട്ടണങ്ങളായിരുന്നു എന്ന് നമുക്കൊക്കെ അറിയോ? ഓരോന്നായിട്ട് നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള രീതിയിൽ നോക്കാം. ഓക്കെ, ഇറ്റ് ഈസ് വൈശാലി, പാട്ലിപുത്ര, കനൌജ്, ശ്രാവസ്തി ആൻഡ് കൗസംബി, ഉജ്ജയിനി ആൻഡ് മധുര were the important centers of trade. അപ്പൊ ഏതൊക്കെയാണ് ആ ഒരു പട്ടണങ്ങൾ എന്ന് മനസ്സിലായില്ലേ? വൈശാലി, പാട്ലിപുത്ര, കനൌജ്, ശ്രാവസ്തി, കൗസംബി, ഉജ്ജയിനി, മധുര മുതലായവയാണ് വ്യാപാര പ്രാധാന്യമുള്ള ഗുപ്ത പട്ടണങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എന്താണ്
നഗരധാർ അല്ലെങ്കിൽ നഗരശ്രേഷ്ഠിൻ എന്ന് പറയുന്നവര് അല്ലെ, ഇത്തരത്തിൽ വ്യാപാരം നടത്തുന്ന ആളുകളെ പറയുന്ന പേരാണ് നഗരശ്രേഷ്ഠീൻ അല്ലെങ്കിൽ സാർത്ത് വാഹ എന്ന് പറയുന്നത്. അത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ്. അവർക്ക് ഭരണത്തിലും വലിയ പങ്കാളിത്തമുണ്ട് എന്ന് നമ്മൾ പറഞ്ഞതാണ് അല്ലെ മക്കളെ. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ആരാണ് ഈ നഗരധാർ അല്ലെങ്കിൽ നഗരശ്രേഷ്ഠിൻ എന്ന് നോക്കിയാലോ. ഓക്കെ, these wealthy merchants of the cities, ഈ ഒരു wealthy merchants of the cities had a role in administration also. ഞാൻ പറഞ്ഞല്ലോ, ടീച്ചർ പറഞ്ഞതല്ലേ, അവർക്ക് ഭരണത്തിലും വലിയ പങ്ക് വഹിക്കാനുണ്ട് അല്ലെ. നഗരങ്ങളിലെ സമ്പന്നരായ ആളുകളെയാണ് നമ്മൾ നഗരശ്രേഷ്ഠിൻ അല്ലെങ്കിൽ സാർത്ത് വാഹ എന്നൊരു പേരിട്ട് വിളിക്കുന്നത് അല്ലെ. അതുപോലെ തന്നെ അവർക്ക് ഭരണത്തിലും വലിയ റോൾ ഉണ്ട് എന്നാണ് പറയുന്നത്. ആൻഡ് ബിസൈഡ്സ് ദേ വെർ പ്രൊമിനന്റ് മെമ്പേഴ്സ് ഓഫ് മെർച്ചന്റ് ഗിൽഡ്സ്. ഈ ഒരു മെർച്ചന്റ്സ് അല്ലെ, വർത്തക സംഘങ്ങളിലെ പ്രമുഖരായിരുന്നു ഇവര്. ആര്? നഗരശ്രേഷ്ഠിൻ അല്ലെങ്കിൽ നഗർധാർ ഓർ നഗരശ്രേഷ്ഠിൻ എന്ന് പറയുന്ന ആളുകള്. ഓക്കെ, പിന്നെ ഇതാണ് നഗരശ്രേഷ്ഠിൻ അല്ലെങ്കിൽ നഗർധാർ അല്ലെ സാർവാഹ എന്ന് പറയുന്ന പലതരത്തിലുള്ള ആളുകള് എന്തിനൊക്കെ പല ട്രേഡ് പേർപ്പസസിന് വേണ്ടിയിട്ട് വ്യാപാര കേന്ദ്രങ്ങളിൽ കൂട്ടുകൂടുന്ന ഒരു പിക്ചറൈസേഷൻ ആണ് കേട്ടോ മക്കളെ ഇത്. ഓക്കെ, നെക്സ്റ്റ് വൺ. പിന്നെ ഇന്ത്യന്റെ നമ്മൾ പറഞ്ഞു വ്യാപാര കേന്ദ്രങ്ങൾ വ്യാപിച്ചു ഗുപ്ത പീരീഡിലെന്ന്. അപ്പൊ പെട്ടെന്ന് അതിനൊരു തകർച്ച വന്നു. എപ്പോഴാണ്? ഇന്ത്യസ് ഫോറിൻ ട്രേഡ് ഡിക്ലൈൻഡ് ഫോളോയിങ് ദ കൊളാപ്സ് ഓഫ് റോമൻ എംപയർ ബൈ ദ 16th century. എങ്ങനെയാണ്? 6ാം നൂറ്റാണ്ടില് അല്ലെ, 6ാം നൂറ്റാണ്ടില് റോമ സാമ്രാജ്യം തകർന്നപ്പോ അത് വലിയ തരത്തിലുള്ള അടിയായി പോയി നമ്മുടെ രാജ്യത്തിന് അല്ലെ. അതിന് മറ്റൊരു റീസൺ എന്ന് പറയുന്നത് ദിസ് വാസ് ദാറ്റ് വെസ്റ്റേണേഴ്സ് ഹാഡ് ലേൺഡ് ദ ടെക്നിക് ഓഫ് സിൽക്ക് മേക്കിംഗ് ഫ്രം ദ ചൈനീസ്. എന്ന് വെച്ചാല് പുറത്തുള്ള പാശ്ചാത്യ സംസ്കാരത്തിൽ ജീവിച്ച ആളുകൾ നമ്മുടെ രാജ്യത്തെ ആയിരുന്നു സിൽക്ക് മേക്കിങ്ങിലൊക്കെ ആശ്രയിച്ചത്. സിൽക്ക് കൂടുതലായിട്ട് ഇവിടുന്ന് കൊണ്ടുപോവാന്നുള്ള രീതിയിൽ പോർച്ചുഗീസുകാരും ഡച്ചും ഫ്രഞ്ചിലുള്ള ആളുകളും ഫ്രാൻസിലുള്ള ആളുകളൊക്കെ വന്നിരുന്നു. പിന്നെ ഇവര് ഈ പശ്ചിമേഷ്യയിലുള്ള ആളുകൾ ചൈനീസുകാരിൽ നിന്ന് സിൽക്ക് എങ്ങനെയാ മേക്ക് ചെയ്യുന്ന ട്രിക്ക് പഠിച്ചപ്പോ അത് നമ്മുടെ വ്യാപാരം വലിയ തരത്തില് തകർച്ചയ്ക്ക് കാരണമായി എന്നാണ് പറയുന്നത്. ഓക്കെ, and this decline of foreign trade adversely affected the internal trade also. അത് നമ്മുടെ വ്യാപാര സമ്പത്ത് ഒരു തകർച്ചയായി മാറി എന്ന് തന്നെ നമുക്ക് പറയാം. ചൈനക്കാരിൽ നിന്നും പാശ്ചാത്യ പട്ടുനിർമ്മാണ വിദ്യ അവർ പഠിക്കുകയും അതിനുശേഷം ഇന്ത്യയുടെ വിദേശ വാണിജ്യത്തിൽ വലിയ തരത്തിലുള്ള മാറ്റങ്ങൾ അല്ലെങ്കിൽ മാന്ദ്യം സംഭവിച്ചു എന്ന് തന്നെ നമുക്ക് പറയാം. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് പോയിന്റ് നോക്കിക്കേ മക്കള്. There was a dip in the movement of craftsmen and artisans to different parts of the country for trade purposes. എന്ന് വെച്ചാല് ഇത്തരം കൈത്തൊഴിലുകൾ ചെയ്യുന്ന ആളുകൾക്കാണല്ലോ വലിയ തരത്തിലുള്ള പ്രത്യാഘാതങ്ങൾ ഇതുപോലെ ഉണ്ടാവുക. ട്രേഡ് നിന്നുപോയാൽ അവരുടെ ജീവിതം എന്തായി മാറും? ദുഷ്കരമാവും അല്ലെ. അതാണ് പറയുന്നത്. ഇത് ആഭ്യന്തര വാണിജ്യത്തെ മാത്രമല്ല ഇങ്ങനെയുള്ള പാവപ്പെട്ട കൈത്തൊഴിലുകൾ ചെയ്യുന്ന തൊഴിലാളികളെയും ബാധിക്കുന്നു എന്നാണ് മക്കള് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അവരെന്തായി? പിന്നെ ആ ഒരു കൈത്തൊഴിലാളികളുടെ അവസ്ഥ എന്തായിരിക്കും? അവരുടെ ജീവിത കാഴ്ചപ്പാട് എന്തായി മാറും എന്ന് മക്കൾ ചിന്തിച്ചിട്ടുണ്ടോ? നോക്കിക്കേ, they confine themselves to their villages. എന്ന് വെച്ചാൽ എന്താണ്? കൈത്തൊഴിലാളികളും കരകൗശല വിദ്യക്കാരും കച്ചവടത്തിനായി രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലേക്ക് നീങ്ങുന്നതിന്റെ ഒരു ദൃശ്യം കാണേണ്ടായി. അവർ ഗ്രാമങ്ങളിൽ തന്നെ ഒതുങ്ങി ജീവിക്കാൻ തുടങ്ങി. ഇവരുടെ ഈ കൈത്തൊഴിലുകൾ ചെയ്യുന്ന കച്ചവടക്കാരുടെ ഉൽപ്പന്നങ്ങളൊക്കെ മറ്റു രാജ്യങ്ങളിലേക്ക് എത്തേണ്ടതാണ്. പക്ഷെ പെട്ടെന്നൊരു നമ്മുടെ വാണിജ്യം തകർച്ചയിലെത്തുമ്പോ അവര് പിന്നെ ഗ്രാമത്തിൽ മാത്രം ഒതുങ്ങേണ്ട അവസ്ഥയാണ്. അതാണ് പറയുന്നത്. They confine themselves to villages. This led to the ruralization of arts and craft. അവരുടെ കലകൾ അവരുണ്ടാക്കിയിട്ടുള്ള ക്രാഫ്റ്റ് വർക്ക്സ് അവരുടെ ഗ്രാമത്തിൽ തന്നെ ഒതുങ്ങുന്ന ഒരവസ്ഥ അത്രയും സങ്കടകരമായിട്ടുള്ള ഒരു സ്ഥിതിയാണ് അല്ലെ. The slump in trade, the general decline in craft and ruralization led to the decay
ലെറ്റ് ദ decay ഓഫ് മെനി മേജർ ടൗൺസ് അല്ലെ. അങ്ങനെ ഇങ്ങനെയുള്ള കലകളുടെ അല്ലെ, ഇത് കലകളുടെയും കൈത്തൊഴിലുകളുടെയും ഗ്രാമവൽക്കരണത്തിലേക്ക് നയിച്ചു അല്ലെ. ഇതുപോലെ തന്നെ കച്ചവടത്തിന്റെ തകർച്ചയും കൈത്തൊഴിലുകളുടെ കുറവും ഗ്രാമവൽക്കരണവും പല പ്രധാന നഗരങ്ങളുടെ തകർച്ചയ്ക്ക് കാരണമായി. എന്ന് വെച്ചാൽ ഈ കലകളൊക്കെ എന്തായി, ഈ ഗ്രാമത്തിൽ തന്നെ ഒതുങ്ങിപ്പോകുന്ന അവസ്ഥ, റൂറലൈസേഷൻ എന്ന് പറയുന്നു, ഗ്രാമവൽക്കരണം. അതെന്താണ്, വലിയ തരത്തിലുള്ള ഈ വ്യാപാര പട്ടണങ്ങളെ തന്നെ തകർക്കാനുള്ള ഒരു ആയുധമായി മാറി മറ്റുള്ള രാജ്യങ്ങൾക്ക്. ഓക്കെ, നെക്സ്റ്റ്. അപ്പൊ നമ്മൾ പറഞ്ഞു നമ്മുടെ വ്യാപാര കേന്ദ്രങ്ങൾ നമ്മൾ ഏതൊക്കെയായിരുന്നു പറഞ്ഞ, സിറ്റീസ് ലൈക്ക് കൗസംബി, ഹസ്തിനപുര അല്ലെ, ആൻഡ് അഹിച്ചിറ്റിയ, തക്ഷീല, അയോധ്യ, ഉജ്ജയിനി, മധുര ലോസ്റ്റ് their ഗ്ലോറി അല്ലെ. കൗസംബി, ഹസ്തിനപുരം, ഛത്രം ആൻഡ് തക്ഷശീല, അയോധ്യ, ഉജ്ജയിനി, മധുര തുടങ്ങിയ നഗരങ്ങളുടെ മൂല്യമാണ് ഈ ഒരു വാണിജ്യത്തിന്റെ തകർച്ചയോടെ തകർന്നടിഞ്ഞത് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോ ഇത്തരത്തിലുള്ള സിറ്റീസിനെ ഡിസ്ക്രൈബ് ചെയ്തുകൊണ്ട് ഒരു ട്രാവലർ ഒരു ബുക്ക് എഴുതിയിട്ടുണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം ഈ സ്ലൈഡില്. പ്ലേസസ് ദാറ്റ് were described by 5th century, 5ാം നൂറ്റാണ്ടില് ചൈനീസ് ട്രാവലർ ആയിട്ടുള്ള ഫാഹീനസ് ലാർജ് സിറ്റീസ് were mentioned by the 7th century traveler ഹ്യുവാൻ ടെസാങ് as villages. നോക്കാം, ഇപ്പോ 5ാം നൂറ്റാണ്ടിലെ ചൈനയിൽ നിന്നുള്ള സഞ്ചാരിയായിരുന്ന അല്ലെ ഫാഹിയന്റെ വിവരണങ്ങളിൽ വൻ നഗരങ്ങളായി വിശേഷിപ്പിച്ച പല നഗരങ്ങളും 7ാം നൂറ്റാണ്ടിലെ ചൈനീസ് സഞ്ചാരിയായിട്ടുള്ള ഹുയാൻ സാങ്ങിന്റെ വിവരണങ്ങളിൽ ഗ്രാമങ്ങളാണ് വിവരിക്കുന്നത്, ഗ്രാമങ്ങളായിട്ടാണ് വിവരിക്കുന്നത്. വലിയ വലിയ പട്ടണങ്ങളൊക്കെ പിന്നെ എന്ന് വെച്ചാല് ആദ്യം ഇവിടെ വന്നിട്ടുള്ള ഗുപ്ത ഡൈനസ്റ്റി ഭരിച്ചുകൊണ്ടിരിക്കുന്ന ടൈമില് ഒരു ചൈനീസ് ട്രാവലർ അവിടെ വന്നു. ഫാഹീൻ എന്നാണ് അവരുടെ പേര്. അവര് വലിയ വലിയ നഗര പട്ടണങ്ങളെയൊക്കെ വിവരിച്ച ഒരു ട്രാവലർ ആയിരുന്നു. ഇവിടെ ഉള്ള വ്യാപാര കേന്ദ്രങ്ങളൊക്കെ വിവരിച്ച ട്രാവലർ ആയിരുന്നു ഫാഹീൻ. പിന്നെ 7ാം നൂറ്റാണ്ടില് മറ്റൊരു ട്രാവലർ, ചൈനീസ് ട്രാവലർ ആയിട്ടുള്ള ഹ്യുവാൻ ടെസാങ് വന്നപ്പോ അത്തരത്തിലുള്ള നഗരങ്ങളെ ഗ്രാമങ്ങളാണെന്നുള്ള പേരിലാണ് അവരവരുടെ വിവരണത്തിൽ ഉൾപ്പെടുത്തിയത്. എന്തുകൊണ്ടാണ്? വ്യാപാരം, ആ ഒരു 5ാം നൂറ്റാണ്ടിലെ വ്യാപാരം നല്ല രീതിയിൽ വ്യാപനത്തിൽ ഉണ്ടായിരുന്നു. പിന്നെ 7ാം നൂറ്റാണ്ടിലേക്ക് വന്നപ്പോ വ്യാപാരമൊക്കെ വാണിജ്യമൊക്കെ തകർന്നടിഞ്ഞ ഒരു സിറ്റുവേഷൻ ആയി അല്ലെ. അതാണ് കാരണം. ഓക്കെ, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന നെക്സ്റ്റ് ടോപ്പിക് ഇറ്റ് ഈസ് സോഷ്യൽ ലൈഫ്. എങ്ങനെയാണ് ഗുപ്ത പീരീഡിൽ അവിടെയുള്ള ആളുകൾ ജീവിതം നയിച്ചിരുന്നത് എന്ന് നോക്കിയാലോ. ഇപ്പൊ രാജാക്കന്മാരെന്തിലാണെങ്കിൽ പാവപ്പെട്ടവരിങ്ങനെ കൈകൂപ്പി ചോദിക്കും സ്വർണ്ണ നാണയങ്ങൾക്ക് വേണ്ടിയൊക്കെ. ഒറ്റ നാണയം മതി അവരുടെ ജീവിതം മാറി മറിയാൻ വേണ്ടിയിട്ട്. അപ്പൊ എന്തെങ്കിലും ഇതൊക്കെ ആയിട്ട് ഒരു കീയപ്പൊതിയായിട്ട് അവരുടെ കയ്യിൽ വെച്ചുകൊടുക്കും. അങ്ങനെ കുറെ ആളുകൾ വന്ന് നിൽക്കുകയാണ്, പ്രജകളിലെ രാജാവിന്റെ കയ്യിൽ നിന്ന് അനുഗ്രഹം വാങ്ങാനും അതുപോലെ തന്നെ പൈസ കിട്ടാനൊക്കെ വേണ്ടിയിട്ട്. അതിന്റെ ഒരു പിക്ചറൈസേഷൻ ആണ് കേട്ടോ അവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, we have already discussed the various occupational groups അല്ലെ. നമ്മൾ പറഞ്ഞു പല ഗ്രൂപ്പ്സിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്താണ് അല്ലെ. ഏതൊക്കെയാണ്? ഡ്രസ് മേക്കിംഗ്, പേൾ മേക്കിംഗ്, ഓർണമെന്റ് മേക്കേഴ്സിനെ കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്തു. അപ്പൊ അവര് ഫോം ചെയ്ത ഗ്രൂപ്പിന് നമ്മളൊരു പേര് പറഞ്ഞിരുന്നു. എന്തായിരുന്നു മക്കളെ പറഞ്ഞേ? ഇറ്റ് ഈസ് ഗിൽഡുകൾ അല്ലെങ്കിൽ ശ്രേണികൾ എന്ന് പറഞ്ഞു അല്ലെ. ശ്രേണീസ് that were formed in the Gupta period അല്ലെ. ഗുപ്തന്മാരുടെ കാലത്ത് രൂപം കൊണ്ട വിവിധ തൊഴിൽ കൂട്ടങ്ങളെ ശ്രേണികൾ കുറച്ചു മുമ്പ് നമ്മളിപ്പോ ചർച്ച ചെയ്തതാണ് അല്ലെ. ഓക്കെ, അങ്ങനെ the entry of new occupational groups and the coming of new people led to the formation of number of subdivision in the society. അപ്പൊ പുതിയ പുതിയ എന്താണ് കൈത്തൊഴിലുകൾ വരാൻ തുടങ്ങി, പുതിയ പുതിയ തൊഴിലുകൾ ആളുകൾ ചെയ്യാൻ തുടങ്ങിയപ്പോ വേറെ സ്ഥലത്ത് നിന്ന് കുറെ ജനങ്ങൾ ഇവിടേക്ക് അഭയാർത്ഥികളെ പോലെ വരാൻ തുടങ്ങിയപ്പോ പലതരത്തിലുള്ള ചേഞ്ചസ് ആണ് ഈ ഒരു സൊസൈറ്റി, ഈ ഒരു ഗുപ്ത ടൈമിലുള്ള ആ ഒരു സമൂഹം പല സിറ്റീസ് ആയിട്ട്, പട്ടണങ്ങളായിട്ട് വിഭജിക്കപ്പെട്ടു എന്നാണ് പറയുന്നത് അല്ലെ. പുതിയ തൊഴിൽ കൂട്ടങ്ങളുടെയും ജനവിഭാഗങ്ങളുടെയും കടന്നുവരവോടെ അല്ലെ നിരവധി ഉപവിഭാഗങ്ങളുടെ രൂപീകരണത്തിന് കാരണമായി എന്ന് പറയാൻ കാരണം അതാണ്. ഓക്കെ,
And it was impossible for the existing Varna system to accommodate all group of people. അല്ലെ, നമുക്കൊരു വർണ്ണ സിസ്റ്റം ഉണ്ട്. ഗുപ്ത ടൈമിൽ ആ വർണ്ണ സിസ്റ്റം ഉണ്ട് കേട്ടോ. അല്ലെ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്ര എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ. അപ്പൊ ആ ഒരു ടൈമിലെ നിലനിന്നിരുന്ന ആ ഒരു ഇതില് കൂടുതൽ പുതിയ ആൾക്കാർ വരുമ്പോ അവരെ ചേർക്കാൻ പറ്റുമോ? ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് അല്ലെ. ഓക്കെ, അതാണ് പറഞ്ഞത്. നിലനിന്നിരുന്ന വർണ്ണ വ്യവസ്ഥയ്ക്ക് പുതുതായി ഉയർന്നു വന്ന തൊഴിൽ കൂട്ടങ്ങളെ ഉൾക്കൊള്ളാൻ കഴിയാത്തൊരവസ്ഥ വന്നു കേട്ടോ. പിന്നെയോ, in this circumstance each occupational group became a new jati or ഉപജാതി. ഇങ്ങനെ എക്സ്ട്രാ ആയിട്ട് വരുന്ന അല്ലെ ഈ ഒരു ഒക്യുപേഷണൽ ഗ്രൂപ്പ്സ് ആയിക്കോട്ടെ, ജനങ്ങളെ എന്തിൽ ഉൾപ്പെടുത്തി? ജാതി അല്ലെങ്കിൽ ഉപജാതി എന്ന് പറയുന്ന ഗ്രൂപ്പില് വർണ്ണ സിസ്റ്റത്തിൽ ഉൾപ്പെടുത്തി. എന്ത് പേരില്? ജാതി ഓർ ഉപജാതി. ഈ സാഹചര്യത്തിൽ ഓരോ തൊഴിൽ കൂട്ടവും പുതിയ ജാതികളും ഉപജാതികളുമായി തീർന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ അതാണ്. അപ്പോ പുതിയ ആളുകൾ ഇവിടേക്ക് വന്നു ചേരുമ്പോ, പുതിയ ജോലികൾ ചെയ്യുമ്പോ എല്ലാവർക്കും ആരുടെ അനുഗ്രഹം വേണം? രാജാവിന്റെ അനുമതി തേടി പോകുന്ന ഇത്തരത്തിലുള്ള ശ്രേണി ഗ്രൂപ്പ്സ്, ശ്രേണി കൂട്ടായ്മയുടെ ഒരു പിക്ചറൈസേഷൻ ആണ് ഇവിടെ തന്നിരിക്കുന്നത്. Okay, besides the occupational groups, people who came from outside the subcontinent is also there. എന്ന് വെച്ചാല് വ്യത്യസ്ത തൊഴിൽ കൂട്ടങ്ങൾക്ക് പുറമെ അന്യദേശങ്ങളിൽ നിന്ന് എത്തിച്ചേർന്നവരും ഉണ്ടായിരുന്നു എന്നാണ് കേട്ടോ പറയുന്നത്. അല്ല, ഒക്യുപേഷണൽ പണി, അവിടെ പല പണി വിഭാഗങ്ങൾ കൂടി വന്നു. അവിടെയുള്ള ആളുകൾ തന്നെയാണ് ആ ഗ്രൂപ്പ് ഫോം ചെയ്തത്. പക്ഷെ അന്യദേശങ്ങൾ കുറെ ആളുകൾ ഇവിടേക്ക് ചേക്കേറി വന്നിട്ടുണ്ട്. അതൊരു മറ്റൊരു വസ്തുതയാണ്. Okay, and the forest dwellers and the children born of intercaste marriages also formed new jadis എന്നാണ് പറയുന്നത്. എന്താണ്? വനങ്ങളിൽ വസിച്ചിരുന്നവർ, നിഷാദർ, വ്യത്യസ്ത ജാതിയിൽപ്പെട്ടവർ തമ്മിലുള്ള വിവാഹത്തിലൂടെ ജനിക്കുന്നവർ എന്നിവരെല്ലാം പുതിയ ജാതികളായി തീർന്നു. വർണ്ണ സിസ്റ്റത്തില് പുതിയ ജാതികളായി ചേർന്നവർ എന്ന് പറയുന്ന ആരൊക്കെയായിരുന്നു എന്ന് വെച്ചാല് ഈ കാട്ടിലൊക്കെ വസിക്കുന്നവരില്ലേ, അതുപോലെ തന്നെ കുറെ ആളുകൾ, മറ്റുള്ള ജാതിയിൽ നിന്നുണ്ടായ കുട്ടികളൊക്കെ പുതിയ വർണ്ണ സിസ്റ്റത്തിന്റെ പുതിയ ഗ്രൂപ്പിലാണ് ഉൾപ്പെടുന്നത്. ജാതി അല്ലെങ്കിൽ ഉപജാതി എന്ന് പറയുന്ന ഗ്രൂപ്പില്. ഓക്കെ, ആൻഡ് ദിസ് മെയ്ഡ് ദ കാസ്റ്റ് സിസ്റ്റം മോർ കോംപ്ലക്സ്. ഇത് ആ ഒരു ജാതി വ്യവസ്ഥയെ കൂടുതൽ സങ്കീർണമാക്കി എന്നാണ് പറയുന്നത്. ഇത് ആ ഒരു ജാതി വ്യവസ്ഥയെ കൂടുതൽ സങ്കീർണമാക്കി. ഓക്കെ, നെക്സ്റ്റ്, there was no change in the position and privileges of Brahmins, Kshatriya, Vaishya in the new complex system that evolved. ഇത് മറ്റുള്ള ജാതിയിലുള്ള ആളുകൾക്ക് ഒരു തരത്തിലുള്ള ചേഞ്ചസോ മാറ്റങ്ങളോ ഒന്നുമില്ല അല്ലെ. ഇപ്രകാരം രൂപപ്പെട്ട വ്യവസ്ഥയിൽ ബ്രാഹ്മണർക്കോ ക്ഷത്രിയർക്കോ വൈശ്യർക്കോ സമൂഹം കൽപ്പിച്ചിരുന്ന സ്ഥാനമാനങ്ങൾക്ക് ഒരു മാറ്റവും ഇല്ല കേട്ടോ. എന്ന് വെച്ചാൽ പുതിയതായി വരുന്നവർക്ക് പുതിയ ഗ്രൂപ്പ് ഉണ്ട് താനും, പക്ഷെ ആദ്യമുള്ളവർക്ക് ഒരു മാറ്റവും ഇല്ല. ഓക്കെ, ആൻഡ് ദ ചൈനീസ് ട്രാവലർ ഹ്യുവാൻ ടെസാങ് അല്ലെ, ഹ്യുവാൻ ടെസാങ് എന്ന് പറയുന്ന ചൈനീസ് യാത്രക്കാരൻ ഇവിടെ വരികയും ഇന്ത്യയിൽ വരികയും ഏത് നൂറ്റാണ്ടില് 7th സെഞ്ചുറിയിൽ വന്നു അല്ലെ. ആൻഡ് ഡിസ്ക്രൈബ്ഡ് ഈ സൂത്രാസ് അല്ലെ, സൂത്രാസ് എന്ന് പറയുന്ന വർണ്ണ സിസ്റ്റത്തിലുള്ള ആളുകളെ പെസൻസ് എന്ന് വിളിച്ചത് ആരാണ്? നമ്മുടെ ചൈനീസ് ട്രാവലർ ആയിട്ടുള്ള ഹ്യുവാൻ ടെസാങ് ആണ് അല്ലെ. 7ാം നൂറ്റാണ്ടിൽ ഇന്ത്യ സന്ദർശിച്ച ചൈനീസ് സഞ്ചാരിയാണ് ആര് മക്കളെ? ഹ്യുവാൻ ടെസാങ്. അവരാണ് ശൂദ്രരെ കൃഷിക്കാർ എന്ന് വിശേഷിപ്പിച്ചത് ഈ ഒരു ചൈനീസ് ട്രാവലർ ആയിട്ടുള്ള ഹ്യുവാൻ ടെസാങ് ആണ് എന്ന് കൂടെ മക്കള് ഓർക്കണം. ഓക്കെ, അപ്പൊ ഈ ഒരു ഡിസ്ക്രിപ്ഷൻ കണ്ട, ഈ ഒരു വിവരണം കണ്ടാൽ തന്നെ മക്കൾക്ക് മനസ്സിലാവും സൂത്രാസിന്റെ ആ ഒരു ജീവിത കാഴ്ചപ്പാട് എന്താന്ന്. ലാസ്റ്റ് ലോവസ്റ്റ് സ്ട്രാറ്റ അല്ലെ, താഴ്ന്ന ജാതിയിൽപ്പെട്ടവരാണ് സൂത്രാസ് അല്ലെ. ദിസ് ഡിസ്ക്രിപ്ഷൻസ് ഇൻഡിക്കേറ്റ് ദ സോഷ്യൽ സ്റ്റാറ്റസ് ഓഫ് സൂത്രാസ് ഇൻ എൻ അഗ്രികൾച്ചറൽ സൊസൈറ്റി അല്ലെ. ഈ വിവരണങ്ങൾ കാർഷിക സമൂഹത്തിൽ എത്ര സ്ഥാനമുണ്ട് ഈ ശൂദ്രർക്ക് എന്നുള്ളത് സൂചിപ്പിക്കുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോ ഈ സൂദ്രാസിന് മറ്റൊരു പേരുണ്ട് ഈ ഒരു ഗുപ്ത പീരീഡില്. എന്താ നോക്കിയാലോ? ഇറ്റ് ഈസ് ചാതുർവർണ്ണ വ്യവസ്ഥയ്ക്ക് പുറത്തായിരുന്ന അന്ത്യജർ അല്ലെ, അന്ത്യജാസ്
എന്ന വിഭാഗത്തെ തൊട്ടുകൂടാത്തവരായി കണക്കാക്കി. അപ്പൊ എന്താ? ദ അന്ത്യജാസ് who were outside the group from a Chaturvarna system were considered as untouchable. തൊട്ടുകൂടാത്ത ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആക്കി മാറ്റിയ ഏത് ഗ്രൂപ്പിനെ? വർണ്ണ സിസ്റ്റത്തിലുള്ള അന്ത്യജാസ് അല്ലെ, അന്ത്യച്ചർ എന്ന് പറയുന്ന ഗ്രൂപ്പിനെ. ഓക്കെ, ആൻഡ് അക്കോർഡിംഗ്ലി the lowest among the Antyachas were the graveyard keepers. അല്ലെ, അപ്പൊ അന്ത്യച്ചരിൽ ഏറ്റവും താഴെയായി നിൽക്കുന്ന മറ്റൊരു ഗ്രൂപ്പ് ഏതാണ്? ചണ്ടാളർ, ചണ്ടാലാസ് എന്ന് പറയുന്ന ആളുകളാണ്. ഓക്കെ, എന്ന് വെച്ചാൽ ശ്മശാന പാലകർ ഉണ്ടാവല്ലോ, അവരെയാണ് നമ്മൾ ചണ്ടാലാസ് എന്ന് പറയുന്നത്. അന്ത്യച്ചർ എന്ന് പറയുന്ന വർണ്ണ സിസ്റ്റത്തിലുള്ള താഴെ തട്ടിലുള്ള ടച്ചബിൾസ് ആയിട്ട് കണക്കാക്കുന്ന അന്ത്യച്ചരിൽ നിന്ന് താഴ്ന്നതിലുള്ള ആളുകളാണ് ആര് മക്കളെ? ചണ്ടാലർ എന്ന് പറയുന്ന ആളുകൾ. ശ്മശാന പാലകരാണ് അവര്. ഓക്കെ, പിന്നെ ആൻഡ് ദ ആനിമൽ സ്കിൻ ടാനേഴ്സ്, അങ്ങനെ ചർമ്മകാരർ എന്ന് പറയുന്നത് ആരെയാണ്? ചർമ്മകാരേഴ്സ് എന്ന് പറയുന്നത് ആനിമൽ സ്കിൻ ടാനേഴ്സിനെയാണ്. നമ്മൾ തോൽ ഊർക്കിടക്കുന്ന അല്ലെ, തോൽ ഊറിക്കിടക്കുന്ന വിഭാഗങ്ങളെ നമ്മൾ എന്ത് പറയുന്നു? ചർമ്മകാരർ എന്ന് പറയുന്നു. അപ്പൊ 3 സെക്ഷൻ ഓഫ് സൂദ്രാസ് ഗ്രൂപ്പ് ഉണ്ട്. ഇറ്റ് ഈസ് അന്ത്യജർ, ചണ്ടാലേഴ്സ് ആൻഡ് ചർമ്മഗാർസ്. ഓക്കെ, ഓരോരുത്തരെയും അവരുടെ സ്കിൻ ബേസിസിലും അവർ ചെയ്യുന്ന ജോബ് ബേസിസിലും ഡിസ്ക്രിമിനേറ്റ് ചെയ്യുന്ന 3 ടേംസ് ആണ് അന്ത്യജർ, ചണ്ടാലേഴ്സ്, അതുപോലെ തന്നെ ചർമ്മഗാസ്. ആനിമൽ സ്കിൻ പോലെയുള്ള സ്കിന്നുള്ള മനുഷ്യനെ നമ്മൾ ചർമ്മകാരർ എന്ന് പറയുന്നു. അപ്പൊ ഇത്തരത്തിലുള്ള ടേംസ് ആണ് നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്തിരുന്നത്. എന്തൊക്കെയാണ് മെയിൻലി നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്തിരുന്നത്? ഇറ്റ് ഈസ് their craft അല്ലെ, ട്രേഡ്, ട്രേഡ് സെന്റേഴ്സ് ഡിസ്കസ് ചെയ്തു. ലൈക്ക് പാടലിപുത്ര പോലുള്ള മെയിൻലി എന്തൊക്കെയാണ് അവര് നിർമ്മിച്ചിരുന്നത്? ഗോൾഡ്, സിൽവർ കോയിൻസ് ഒക്കെ നിർമ്മിച്ചിരുന്നു. അതിനായിരുന്നു മെയിൻലി ഡിമാൻഡ് ഉണ്ടായിരുന്നു അല്ലെ. ഗോൾഡ്, സിൽവർ കോയിൻസ് വെർ മിന്റഡ് എന്ന് പറഞ്ഞാൽ കോയിൻസ് വെർ. പിന്നെ സിൽക്ക് പ്രൊഡക്ഷനും ഉണ്ടായിരുന്നു അല്ലെ, സിൽക്ക് പ്രൊഡക്ഷൻ. ഓക്കെ, അങ്ങനെ റോമൻ എംപയറിന്റെ തകർച്ചയ്ക്ക് ശേഷം, റോമൻ ഭരണാധികാരികൾ തകർച്ചയ്ക്ക് ശേഷം നമ്മുടെ ട്രേഡും തകർന്നു അല്ലെ. ട്രേഡ് തകർന്നപ്പോ അത് വലിയ തരത്തിലുള്ള നമ്മുടെ പാടലിപുത്ര പോലെയുള്ള ട്രേഡ് സെന്റേഴ്സിനെ വലിയ തരത്തിൽ അത് ബാധിക്കുകയാണ് ചെയ്തത് അല്ലെ. അങ്ങനെ ആയപ്പോഴാണ് എന്തുകൊണ്ടാണ് സിൽക്ക് പ്രൊഡക്ഷൻ ഇവരെന്ത് ചെയ്തു? ഈ ഒരു പശ്ചിമ ഏഷ്യയിലുള്ള ആളുകൾ, വ്യാപാരികള് ചൈനയിൽ പോയിട്ട് അവിടെയുള്ള സിൽക്ക് മേക്ക് ചെയ്യുന്ന ട്രിക്സ് ഒക്കെ അവർ പഠിച്ചപ്പോ നമ്മുടെ ഇന്ത്യക്ക് അത് വലിയ തരത്തിലുള്ള വാണിജ്യ തകർച്ചയ്ക്ക് കാരണമായി എന്നാണ് പറയുന്നത്. ആഫ്റ്റർ ഡിക്ലൈൻ ഓഫ് റോമൻ എംപയർ. അപ്പൊ നമ്മൾ പറഞ്ഞു ഈ ഒരു ഗുപ്ത പീരീഡിൽ തന്നെ വർണ്ണ സിസ്റ്റം നിലനിന്നിരുന്നു, ജാതി വ്യവസ്ഥ നിലനിന്നിരുന്നു. ഏതൊക്കെയാണ്? ബ്രാഹ്മിൻസ്, ക്ഷത്രിയ, വൈശ്യ, സൂദ്രാസ്. അതിൽ സൂദ്രാസ് എന്ന് പറയുന്നവരെയാണ് ജാതി വ്യവസ്ഥ. ആ ഒരു ആളുകൾ, അത്ര ടൈപ്പ് ഓഫ് ആളുകളാണ് ആ ഒരു സൊസൈറ്റിയിൽ നിലനിന്നത്. അപ്പൊ ഇങ്ങനെ കാട്ടിൽ വസിക്കുന്നവരും മറ്റുള്ള ദേശത്ത് നിന്ന് വന്നവരെയും നമ്മൾ പുതിയ ഗ്രൂപ്പിൽ ഇതാക്കി. അതാണ് അന്ത്യചർ, ചണ്ടാലാസ്, ചർമ്മഗാസ് എന്ന് പേരിട്ടത് അല്ലെ. ലോവർ സ്ട്രാറ്റ ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? അന്ത്യജേഴ്സ്, ചണ്ടാലാസ്, അത് അതിന്റെ താഴെയുള്ള ഗ്രൂപ്പാണ് ചണ്ടാലാസ്. പിന്നെ ചർമ്മകാരസ്,
ഇത് ആനിമൽ സ്കിന്നുള്ള ടൈപ്പ് ഓഫ് സ്കിന്നുള്ളവരെ നമ്മൾ ചർമ്മകാരാസ് അവരുടെ സ്കിന്നിനെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യുന്ന രീതിയാണ്. പിന്നെ ചണ്ടാലാസ് എന്ന് പറയുമ്പോൾ ഗ്രേവ് യാർഡ് കീപ്പേഴ്സ് അല്ലെ, ശ്മശാന പാലകരെ നമ്മൾ പറയുന്നു. അങ്ങനെ അന്ത്യച്ചർ എന്ന് പറയുന്നത് ലോവർ സ്ട്രാറ്റ, മറ്റൊരു ലോവർ സ്ട്രാറ്റ ഉള്ള പുതിയ ഗ്രൂപ്പ്സിനെയാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് അല്ലെ. അവിടെ ഈ ഒരു ഗുപ്ത പീരീഡിൽ മെയിൻലി ട്രേഡ് പ്രവർത്തനങ്ങൾ എവിടെ തുടങ്ങി വെച്ചു, എവിടെ അവസാനിച്ചു എന്ന് പറഞ്ഞു അല്ലെ. ആയിട്ടുള്ള സിറ്റീസ് മെയിൻലി എന്തൊക്കെ ട്രേഡ് ആയിരുന്നു അവിടെ നടത്തിയിരുന്നത്? ഗോൾഡ്, സിൽവർ ഒക്കെ പ്രൊഡക്ഷൻ നടത്തി അല്ലെ. പിന്നെന്താണ്, സിൽക്ക് പ്രൊഡക്ഷനും ഉണ്ടായിരുന്നു. പിന്നെ പുതിയതായി വന്ന ആളുകളെ, വേറെ ദേശത്ത് നിന്ന ആളുകളെ നമ്മൾ വർണ്ണ സിസ്റ്റത്തില് പുതിയ ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തിയിരുന്നു. ഏതൊക്കെയായിരുന്നു? അന്ത്യച്ചർ, ചണ്ടാലാസ് ആൻഡ് ചർമ്മഘാസ്. ഓക്കെ, ചണ്ടാലാസ് എന്ന് പറയുമ്പോ ഗ്രേവ് കീപ്പേഴ്സ് ആണ്, ആനിമൽ സ്കിൻ. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് ഓരോ ന്യൂ ഗ്രൂപ്പ്സിന്റെ ഈ ഒരു കാറ്റഗറൈസേഷൻ. അപ്പൊ ഇത്തരം കാര്യങ്ങൾ സിമ്പിൾ ആയിട്ടുള്ള രീതിയിലാണ് അല്ലെ ടീച്ചർ പറഞ്ഞു പോയത്. അപ്പോ നെക്സ്റ്റ് സെക്ഷൻ വി ആർ ഗോയിങ് ടു ഡീൽ വിത്ത് ദ ടോപ്പിക് അനുലോമ ആൻഡ് പ്രതിലോമ മാരേജസിനെ കുറിച്ചാണ് നെക്സ്റ്റ് സെക്ഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, താങ്ക് യു.